ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും SIT കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഇരുവരെയും കൊല്ലം പോലീസ് ക്ലബ്ബിൽ വെച്ച് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ SIT നേരത്തെ നൽകിയിരുന്നു. ഇവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് പോലീസ് ക്ലബ്ബിലേക്ക് എത്തിക്കുക. 2024-25 ഇവരുടെ ഭരണകാലഘട്ടത്തിൽ വലിയ തോതിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. 2025 ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ ഇതിനോടകം സന്നിധാനത്ത് നിന്നും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്തിരുന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വിശദമായ ചോദ്യാവലി അടക്കം തയ്യാറാക്കിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടത്തുന്നത്. പാളികൾ സ്വർണം പൂശാൻ പുറത്തു കൊണ്ടുപോകരുതെന്ന തിരുവാഭരണ കമ്മീഷൻ ഓഫീസിലെ സൂപ്രണ്ട് നൽകിയ കത്ത് PS പ്രശാന്ത് അവഗണിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. തിരുവാഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും ക്ഷേത്രവളപ്പിൽ തന്നെ ചെയ്യണമെന്നായിരുന്നു സൂപ്രണ്ട് നൽകിയ കത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്നതിനാൽ വിശദമായ കുറ്റപത്രം വൈകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെയും അജികുമാറിനെയും കഴിഞ്ഞ ആഴ്ചയാണ് SIT സംഘം അറസ്റ്റ് ചെയ്തത്. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് SIT വിലയിരുത്തൽ. കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും വിവരമുണ്ട്. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ സ്വർണ്ണക്കൊള്ള വീണ്ടും നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തെ വിളക്കുകൾ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യും. പകൽ പോലെയുള്ള വെളിച്ചവും ഒപ്പം കളർഫുൾ ആകുന്ന മൾട്ടി ഫംഗ്ഷൻ ഹാർഡ് ലൈറ്റുകൾ. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.